Migration Masterclass by Renu A. 16 plus years of experience, 30 plus countries, 45 plus visa categories, 1.5 lakhs plus visa success stories. Migration Masterclassലേക്ക് സ്വാഗതം. മൈഗ്രേഷൻ മാസ്റ്റർ ക്ലാസ് ബൈ രേണു എ. സ്വാഗതം. നമ്മൾ പൊതുവെ മലയാളികൾ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാൻ വലിയ ഇഷ്ടമുള്ളവരാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ പ്രവാസ ജീവിതത്തെക്കുറിച്ച്, കുടിയേറ്റത്തെക്കുറിച്ചൊക്കെ കേൾക്കുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ, സ്വപ്നങ്ങൾ അവസാനിക്കുകയാണ്, കാനഡ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇനി പോകാൻ സാധ്യത കുറവാണ് എന്നൊക്കെയുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് വരുന്നു. അതേസമയം തന്നെ മറ്റു ചില രാജ്യങ്ങളെക്കുറിച്ച് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. ശരിക്കും ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്? കാലാകാലങ്ങളായിട്ട് മൈഗ്രേഷൻ സ്റ്റഡി അബ്രോഡിനകത്ത് ഈ പറയുന്ന അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ കാനഡ 10 lakhs ഓളം ആപ്ലിക്കൻസ്, 2023, 2024 9 lakhs, 2025 8 lakhs എന്നാണ് പറയുന്നത്. അത്രയും ആൾക്കാർ സ്റ്റഡി അബ്രോഡ് എടുത്ത് പോയ ഒരു കൺട്രിയാണ് കാനഡ. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ ഡെഫിനറ്റ്ലി ദർ വിൽ ബി സം ക്രൈസിസ്. പക്ഷേ കാനഡയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും സ്കിൽഡ് മൈഗ്രൻസിനെ വളരെയധികം വെൽക്കമിങ് ചെയ്യുന്നുണ്ട്. സ്കിൽഡ് പ്രൊഫഷണൽസ്, ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ലാംഗ്വേജ് ഉള്ളവരെ ഇപ്പോഴും അവർ എടുക്കാൻ റെഡിയാണ്. അതുപോലെ തന്നെ കാനഡയ്ക്ക് മോർ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. കാനഡ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ജർമ്മനി നോക്കുകയാണെങ്കിൽ 2 million സ്കിൽ ഷോർട്ടേജ് ആണിപ്പോൾ കാണുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അവിടെ ലേബർ ഷോർട്ടേജ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ജർമ്മനി ലാംഗ്വേജിനകത്ത് കാണിക്കുന്ന ഒരു ബെറ്റർമെൻറ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജർമ്മനി ഓപ്പർച്യൂണിറ്റി കൂടുന്നുണ്ട്. ഓസ്ട്രേലിയക്ക് നല്ല ഓപ്പർച്യൂണിറ്റി പ്രസൻറ്റ് സിറ്റുവേഷനുണ്ട്. ന്യൂസിലാൻഡ് ഈസ് കമ്മിങ് ബാക്ക്. ന്യൂസിലാൻഡ് കുറച്ച് ഡൗൺ അല്ലായിരുന്നോ കഴിഞ്ഞ വർഷങ്ങളിൽ? നമ്മൾ ന്യൂസിലാൻഡിനെ പറ്റി കേട്ടിട്ടേ ഇല്ല, റൈറ്റ്? പക്ഷേ 2025 ഇസ് കമ്മിങ് ബാക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൈഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയിൽ കോമൺ ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾക്ക് എവിടെയാണോ പ്രോപ്പർ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നത്, ഏത് പ്രോവിൻസസ് ഇമ്പോർട്ടൻ്റ് ആണോ, നമ്മൾ നല്ല പ്രോവിൻസസ് ചൂസ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്യണം. ഈ വാർത്തകളിൽ ചില കഴിയുമ്പോൾ ഒക്കെ ഉണ്ട്. അതേസമയം തന്നെ ഇവിടെ ഒത്തിരി ആളുകൾ മൈഗ്രേഷൻ താല്പര്യപ്പെടുന്നവരുണ്ട്, ആ ഒരു അവസരമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊരു ക്ലിയർ പിക്ചർ, മൈഗ്രേഷൻ ഇനി നാളെ മുതൽ നിങ്ങൾ പുറത്തേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തേടി പോവുകയാണെങ്കിൽ ഇതാണ് ഒരു റിയൽ പിക്ചർ എന്ന് പറയാൻ എങ്ങനെയാണ് നമുക്കത് അവതരിപ്പിക്കാൻ പറ്റുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ സ്റ്റഡിയാണ് നോക്കുന്നതെങ്കിൽ കറക്റ്റായിട്ടുള്ള കൺട്രി ചൂസ് ചെയ്യണം, കറക്റ്റ് കോഴ്സ് ചൂസ് ചെയ്യണം, പ്രോവിൻസ്, റീജൻസ് ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി, കോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് നമ്മുടെ കരിയർ മാറ്റുന്നത്, അല്ലെ യൂണിവേഴ്സിറ്റി, കോളേജസ് ആണ്. നമ്മുടെ സ്കിൽഡ് മൈഗ്രേഷൻ പെർമനൻറ്റ് റെസിഡൻസി വിസയാണ് നോക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്. നമ്മുടെ ഏജ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ലാംഗ്വേജ്, ഇതൊക്കെ ആ പർട്ടിക്കുലർ കൺട്രിയുടെ റിക്വയർമെൻറ്റുമായിട്ട് മീറ്റ് ചെയ്താലേ നമ്മൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. സോ എലിജിബിലിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ നമ്മളിങ്ങനെ ഇത്ര വാർത്തകളെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. ഈ രാജ്യങ്ങളും ഇപ്പോൾ വളരെ കൺസേൺ എടുക്കുന്നു എന്ന് പറയുന്നു ഈ കാര്യങ്ങളിലൊക്കെ. കാരണം വെച്ചാൽ അവരും ഇത് കൺട്രോൾ ചെയ്യുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു, കാനഡ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിസ ഗ്രാൻഡ് ചെയ്ത് കിട്ടാൻ, പ്രത്യേകിച്ച് ഒരു PR ഒക്കെ കിട്ടത്തക്ക സാധ്യതയിലേക്ക് പോകാൻ ഒരു വിസ ഗ്രാൻഡ് ചെയ്ത് കിട്ടാൻ ബേസിക്കലി എന്തൊക്കെയാണ് വേണ്ടി വരിക? നമ്മളൊരു സ്കിൽഡ് പ്രൊഫഷണൽസ് ആണെങ്കിൽ നമ്മളുടെ ഏജ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ലാംഗ്വേജ്, മാരീഡ് ആണെങ്കിൽ സ്പൗസിൻ്റെ സ്കിൽഡും ലാംഗ്വേജും കൂടി നോക്കിയിട്ടാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റഡി അബ്രോഡ് എടുത്തതിന് ശേഷം അവിടെ നിന്നുകൊണ്ടാണ് പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സമയത്തെ അവിടുത്തെ റൂള് അതൊക്കെയായിരിക്കും നമ്മൾ മേജറായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ തിരിച്ച് രാജ്യങ്ങളുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ പല രാജ്യങ്ങളും ഈ വിസ പ്രോസസ്സ് ചെയ്യുന്നതിൽ, വിസ അനുവദിക്കുന്നതിൽ കുറച്ച് കൺസേണൊക്കെ കാണിക്കുന്നുണ്ട്. ചില റെസ്ട്രിക്ഷൻസ് കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പൊതുവെ രാജ്യങ്ങൾ വിസ അനുവദിക്കുന്നതിൽ എന്തൊക്കെയാണ് മാനദണ്ഡമാക്കാറുള്ളത് പൊതുവെ? നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവർ സ്കിൽഡ് പ്രൊഫഷണൽസ് ആണോ എന്നവർ നോക്കും. ലൈക്ക് നമ്മളുടെ ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, മാരീഡ് ആണെങ്കിൽ സ്പൗസിൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി തരുന്നത്. നമ്മളവിടെ ലാൻഡ് ചെയ്ത് നമ്മൾ സ്റ്റഡി വിസയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ സമയത്തെ റൂൾ എങ്ങനെയാണ്, നമ്മൾ പഠിച്ച കോഴ്സ് എന്താണ്, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് പെർമനൻറ്റ് റെസിഡൻസി ഓരോ കൺട്രിയും തരുന്നത്. ഈ നമ്മൾ പല രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ ഒരു കഥ പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങളായിട്ട് നിൽക്കുന്നത് ഏതാണ്? ഇത്രയും വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇനി അങ്ങോട്ട് ഫോർകാസ്റ്റ് ചെയ്താൽ അടുത്ത കുറേ വർഷങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലേക്കായിരിക്കും നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും സാധ്യത? നമുക്ക് ഓസ്ട്രേലിയ, കാനഡ,
US, UK, ജർമ്മനി പറഞ്ഞിട്ടുണ്ടല്ലോ നന്നായിട്ട് വരുന്നുണ്ട്, ന്യൂസിലൻഡ് ആൻഡ് ഷെങ്കൻ കൺട്രീസിൽ നമുക്ക് ചാൻസസ് ഉണ്ട്. ഇനിയും എനിക്ക് മനസ്സിലായിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മോർ ചാൻസസ് ഇൻക്രീസ് ആകാനാണ് സാധ്യതയുള്ളത്. ബിക്കോസ് അത്യാവശ്യം നല്ല സ്കിൽ ഷോർട്ടേജ് ഓരോ കൺട്രിയിലും ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ കാനഡയെ സംബന്ധിച്ചിടത്തോളം 3 times ലാർജർ ദാൻ ഇന്ത്യയാണ്. അപ്പോൾ അവർ റീജിയണൽ പ്രോവിൻസ് ഏരിയാസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എഞ്ചിനീയേഴ്സിന് ചാൻസസ് കൂടും, IT പ്രൊഫഷണൽസിന് ചാൻസസ് കൂടും. പിന്നെ എന്താ, ഡെഫിനറ്റ്ലി ഹെൽത്ത് കെയർ ഇല്ലാണ്ട് എന്ത് ഡെവലപ്മെൻറ്റ്? അപ്പോൾ എങ്ങനെ നോക്കിയാലും ഓരോ കൺട്രിയും ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ ഡെവലപ്പ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? സ്കിൽഡ് പ്രൊഫഷണൽസ് വേണം. അപ്പോൾ മൈഗ്രേഷൻ്റെ ചാൻസ് 100% കൂടും. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ ഒരു ഇതിൽ വരാത്ത, ക്യാമറയിൽ പെടാത്ത ഒരു അൺസങ് ആയിട്ട് കിടക്കുന്ന ചില രാജ്യങ്ങളുണ്ടാവും, നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും മുന്നോട്ട് പറയാനുണ്ടോ? ഭാവിയിൽ ഈ രാജ്യങ്ങൾ ചിലപ്പോൾ സാധ്യതയുടെ ഒരു കേന്ദ്രമായി മാറാം എന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ജർമ്മനി നന്നായിട്ട് വരുന്നുണ്ട്. ജർമ്മനി നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസും മുന്നോട്ട് വരാനുള്ള യൂറോപ്പ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. യൂറോപ്പ് ഒരു തിരിച്ചുവരവിന്റെ ഭാഗമാണല്ലോ ഇപ്പം. യൂറോപ്പും നന്നായിട്ട് കയറാൻ സാധ്യത കാണുന്നുണ്ട്. ഓസ്ട്രേലിയ ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ കാനഡയും തിരിച്ച് നന്നായിട്ട് മൈഗ്രേഷനകത്ത് കയറും എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ട്രേഡ് ഓക്യുപ്പേഷൻസും ഹൈ ഡിമാൻഡിൽ തന്നെയാണ് കിടക്കുന്നത്. എല്ലാ ട്രേഡിനും ആസ് ഇഫ് നൗ ഹൈ ഡിമാൻഡഡ് ഓക്യുപ്പേഷൻ ആണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും അവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഓക്യുപ്പേഷൻ കൂടിയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം കാർപ്പൻറ്റർ, ഡ്രൈവേഴ്സ്, ഇവർക്കൊക്കെ ഹൈ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഹൈ മൈഗ്രേഷൻ ചാൻസും ഉണ്ട്. അവരെല്ലാം സ്കിൽഡ് ലിസ്റ്റിലുമുണ്ട്. പക്ഷെ ഒരു കാർപ്പൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി എവിടെ, ലാംഗ്വേജ് എവിടെ? അതുകൊണ്ടാണ് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ടല്ല. പ്ലംബർ, വെൽഡർ, ഹൈലി പെയ്ഡ് സാലറിഡ് ജോബിലാണ് ഓസ്ട്രേലിയ ഇപ്പോൾ എടുക്കുന്നത്. പക്ഷേ പ്രോബ്ലം എന്താണ്? അവർക്കുള്ള തടസ്സം ഇതാണ്. അവർക്ക് ആർക്കും ഒരു കാർപ്പൻറ്ററിന് ഡിഗ്രി ഉണ്ടോ? ഒരു ഡിപ്ലോമ ഇല്ല, ഡിഗ്രി ഇല്ല. ലാംഗ്വേജ് എങ്ങനെ അവർ ക്ലിയർ ചെയ്യും? അല്ലാണ്ട് കാർപ്പൻറ്റർ ഇല്ലാത്തത് കൊണ്ടല്ല. മൈഗ്രേഷനിൽ കാർപ്പൻറ്റർ ഇല്ല, ബേസിക് ക്രൈറ്റീരിയ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി അവർക്കാണ് മോർ ഓപ്പർച്യൂണിറ്റീസും. അവരുടെ ആപ്ലിക്കേഷനും ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യും. പ്ലംബർ, ഡ്രൈവർ, കാർപ്പൻറ്റർ. ബട്ട് പ്രോബ്ലം ബേസിക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൺട്രി എന്ന് പറയുന്നത് പോലെ ഒരു ഓപ്പർച്യൂണിറ്റിയും പ്രധാനമാണല്ലോ. ഈ എഞ്ചിനീയറിംഗ് പോലെ, ടെക്നോളജി പോലെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യതയുള്ള ഒരു നമുക്ക് 1, 2, 3 എന്ന് പറയാവുന്ന മേഖലകൾ ഏതൊക്കെ ആയിരിക്കാം? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഓൾവേസ് ദെയർ, നഴ്സസ്, ഓഡിയോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ്, അവർക്കെല്ലാം ഹൈ ഓപ്പർച്യൂണിറ്റീസ് ആണ്. IT പ്രൊഫഷണൽസ് എപ്പോഴും ഡെഫിനറ്റ്ലി യെസ് ഹൈ ഇൻ ഡിമാൻഡ് ആണ്. എഞ്ചിനീയേഴ്സ് ഡെഫിനറ്റ്ലി ഓൾ എഞ്ചിനീയേഴ്സ് ഇൻ ഹൈ ഡിമാൻഡ് ആണ് വരുന്നത്. സോഷ്യൽ വർക്കേഴ്സ്, ഓൾ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഹൈ ഡിമാൻഡഡ് ആണ്. എപ്പോഴും അവർ ഹൈ ഡിമാൻഡ് തന്നെയാണ്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് വരുന്ന മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ്, HR പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള എല്ലാ ഓക്യുപ്പേഷൻസിനും ഹൈ ഡിമാൻഡിൽ തന്നെയാണ് പ്രസൻറ്റ് സിറ്റുവേഷനിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനടുത്തായിട്ട് തുടരുന്ന ആ ഒരു പ്രവാസത്തിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പോഴും അതേപടി നിലനിൽക്കുകയാണ്. അതിൻ്റെ ഭാവിയും വളരെ ശോഭനമാണ് അല്ലേ? രാജ്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, കോഴ്സസ്, തൊഴിലവസരങ്ങൾ, ഇതെല്ലാം ഒരു ശുഭപര്യവസായി ആയിരിക്കട്ടെ ആ യാത്ര.